ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. നീ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ സമ്മതിക്കുകയും ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം നീ കേൾക്കണം. ശാലിനിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നീയും അവസാനിപ്പിക്കണം. രാഘവേട്ട കഴിച്ചേ. രാഘവേട്ട. ശരി, അപ്പോഴേക്ക് രണ്ടുപേരും കൂടി വീണ്ടും വഴക്കായ? എടാ ഇവിടെ വഴക്കൊന്നുമില്ലടാ, വിശപ്പില്ലടാ, അത്ര തന്നെ. അച്ഛാ, നേരത്തെ അമ്മ ചായ കൊണ്ടുവന്നപ്പോൾ അച്ഛൻ കഴിച്ചില്ലല്ലോ, ഉണ്ടോ? ഇപ്പൊ കഞ്ഞി കൊണ്ടുവന്നപ്പോഴും അച്ഛൻ കഴിക്കുന്നില്ല. എന്താ അച്ഛ ഇതെല്ലാം? അമ്മയ്ക്ക് വിഷമാവില്ലേ? ഞാൻ ഇപ്പൊ എന്താ വേണ്ടേ? വേറൊന്നും വേണ്ട. അമ്മ ഇതേ കഞ്ഞി കോരി തരുമ്പോ അച്ഛൻ വായ ഒന്ന് തുറന്നു കൊടുത്താൽ മാത്രം മതി. അമ്മ ഒന്ന് കൊടുത്തേ, അച്ഛൻ കഴിക്കും. പച്ച തുറക്കച്ച, വെറുതെ മസിൽ പിടിച്ചിരിക്കാതെ. അമ്മ കൊടുത്തേ കഴിക്കാന്. അച്ഛാ. അമ്മ ഇനി പലഹാര സാധനങ്ങള് വീട് വീടാന്തരം വിൽക്കാനൊന്നും പോണ്ട. അച്ഛന്റെ കാര്യങ്ങൾ നോക്കി വീട്ടിൽ തന്നെ നിന്നാ മതി. അപ്പൊ നമ്മൾ ഈ കടക്കാർക്കൊക്കെ കൊടുത്തിരിക്കുന്ന വാക്കോ? നമ്മളെ ആശ്രയിച്ച് അവർക്ക് സ്ഥിരം കൊടുത്തോണ്ടിരിക്കുന്നവരെയൊക്കെ ഒഴിവാക്കി അവരെ നമുക്ക് വേണ്ടി കാത്തിരിക്കുക. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കണ്ടേ? അത് പൊന്നി ചെയ്യട്ടെ. എന്റെ ഹോട്ടലിൽ കൊണ്ടുകൊടുക്കാൻ ഞാനും സഹായിക്കാലോ. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? എന്റെ അമ്മ ഞാനിപ്പോ ഓട്ടോ ഓടിക്കുന്നില്ലേ? നമ്മുടെ 3 പേരുടെ കാര്യമില്ലേ? എന്റെ ഒരു ദിവസത്തെ വരുമാനം ധാരാളം മതി. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറുമോ? അമ്മ ഞാനൊന്ന് നേരെ നിക്കട്ടെ. ഒഴുക്കിനെതിരെ നീന്തി പഠിച്ച് ഞാൻ വരുന്നില്ലേ ഉള്ളൂ. എനിക്ക് കുറച്ച് സമയം താ. നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം. പറഞ്ഞത് കളിവാക്കല്ലച്ച. നമ്മളെ ചതിച്ചവരെ കൊണ്ട് തന്നെ നമ്മുടെ വീട് തിരിച്ചെഴുതിപ്പിക്കണം. അതിപ്പോ ചതിയെങ്കിൽ ചതി. ചതിക്കുത്തരം മുറിപ്പത്തലെന്ന് കേട്ടിട്ടില്ലേ? ഒരൊറ്റെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. മനസ്സിലുണ്ട്, കന്നലെരിയുന്ന പോലെ ഓരോരുത്തരുടെയും മുഖം പച്ച കുത്തിയ പോലെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ പറയണേ, നമ്മളെല്ലാം തിരിച്ചു പിടിക്കും. നമ്മുടെ പഴയ വീടിന്റെ ഉമ്മറപ്പടിയിലെ ചാരി കസരയിലെ ഒരു രാജാവിനെ പോലെ എന്റെ അച്ഛനെ കൊണ്ട് ഞാൻ ഇരുത്തും. അമ്മേ, അമ്മേ, ഇനിയുടെ വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കണ്ട. അച്ഛന് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം കൊടുത്തില്ലെങ്കിൽ അച്ഛന്റെ അസുഖം ഭേദാവില്ല. നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. നീ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ സമ്മതിക്കുകയും ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം നീ കേൾക്കണം. ശാലിനിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നീയും അവസാനിപ്പിക്കണം. പറ്റുമോ നിനക്ക്? പറ്റുമെങ്കിലേ നീ പറഞ്ഞ കാര്യങ്ങൾ എനിക്കും പറ്റും. പറ്റുമെന്ന്? രാഘവേട്ട, ഇത് കഴിക്ക്. മതി ഭാമേ, എനിക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിനക്കെങ്ങനെ ഇത്ര ക്രൂരമായിട്ട് സംസാരിക്കാൻ പറ്റുന്നേ? അതിനുള്ള ഉത്തരം രാഘവേട്ടൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്നെ രാഘവേട്ടന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന്. ശാലിനിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നീയും അവസാനിപ്പിക്കണം. പറ്റുമോ നിനക്ക്? പറ്റുമെങ്കിലേ നീ പറഞ്ഞ കാര്യങ്ങൾ എനിക്കും പറ്റും.
ആരെ പപ്പി ഇതൊക്കെ? അറിയില്ല. അതാണ് കുട്ടികൾ. അതില് വലത് വശത്തിരിക്കുന്ന കുട്ടിയാ നമുക്ക് വേണ്ടത്. ഞാൻ പോയി ശാരദാമ്മയെ വിളിച്ചോണ്ട് വരാവേ. ശാരദാമ്മേ. വാടാ. എന്താ രോഹിത്? ഹേയ് ഒന്നുമില്ല. അല്ല പിന്നെ ഈ രാത്രിയിൽ എഴുന്നേറ്റ് എന്ത് ചെയ്യുവാ? അല്ല അത് ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ എഴുന്നേറ്റതാ. അപ്പോഴാ കുറെ പേപ്പറുകൾ ഇവിടെ ചേർന്ന് കിടക്കുന്നത് കണ്ടത്. അത് ഞാൻ എടുത്തു വെക്കുകയായിരുന്നു. അല്ല ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോ പേപ്പർ ഒന്നും കണ്ടില്ലായിരുന്നല്ലോ. കണ്ടിരുന്നെങ്കിൽ ഞാൻ എടുത്തു വെക്കില്ലായിരുന്നോ? അത് ചിലപ്പോ നീ കിടന്നു കഴിഞ്ഞ് വീണതാവും. ആ ശവ പോയി കിടന്നോ? ഞാൻ വന്ന് കിടന്നോളാം. പിന്നെ നീ ചെല്ലുന്നേ, ഞാൻ വന്നോളാം. ചെല്ല്. രോഹിത് എന്തോ ഒളിക്കുന്ന പോലെ തോന്നുന്നു. എന്തായിരിക്കും?